മുരളീധരന്റെ അതൃപ്തിയെക്കുറിച്ച് അറിയില്ല എന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. അടൂർ പ്രകാശിന്റെ പ്രതികരണത്തിലേക്ക്. എന്നോട് തന്നെ ഞാൻ ഇന്ന് ശബരിമലയ്ക്ക് ഗുരുവായൂർക്ക് പോകുന്നു എന്ന് അദ്ദേഹം എന്നോട് തന്നെ പറഞ്ഞിട്ടാണ് ഇന്നലെ വൈകിട്ട് ഇവിടെ നിന്ന് പോയത്. അദ്ദേഹം സാധാരണ എല്ലാ മാസവും പോകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം പോയി. അദ്ദേഹം ഇന്നലെ ഈ സമാപന യോഗത്തിൽ പങ്കെടുത്തിട്ടല്ലേ പോയത്. സമാപന യോഗത്തിൽ പങ്കെടുക്കുക മാത്രമല്ല ഇവിടെ പ്രസംഗിക്കുകയും ചെയ്തിട്ടല്ലേ പോയത്. അതേക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അതിർത്തിയെക്കുറിച്ചൊക്കെ അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. അതിർത്തിയെക്കുറിച്ച് അദ്ദേഹം എന്തേലും പറയട്ടെ, ഞാനല്ലല്ലോ അതിന് മറുപടി. കഴിഞ്ഞ ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തിപരമായിട്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ലില്ല, എന്നോടൊന്നും പറയില്ല. ലിജോയുണ്ട് വിവരങ്ങൾ നൽകാനായി. ലിജോ, അതൃപ്തിയുടെ കാര്യം തനിക്ക് അറിയില്ല, കഴിഞ്ഞ ദിവസവും സംസാരിച്ചിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ് UDF കൺവീനർ കൂടിയായ അടൂർ പ്രകാശ് പറഞ്ഞത്. ഏതായാലും മുരളീധരനെ അനുനയിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. പന്തളത്ത് നടക്കുന്ന ജാഥയിൽ അദ്ദേഹം എത്തും എന്ന് നമുക്ക് അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. അടൂർ പ്രകാശ് പറഞ്ഞ മറ്റ് കൂടുതൽ വിവരങ്ങൾ എന്താണ് ലിജു? ശബരിമലയിൽ നിന്നും സ്വർണ്ണപ്പാളി മോഷണം പോയി എന്നുള്ള വിവരത്തിന് പിന്നാലെയാണ് ഈ KPCCയുടെ നേതൃത്വത്തിൽ 4 മേഖലകളായി തിരിച്ചുകൊണ്ട് വിശ്വാസ സംരക്ഷണ ജാഥ ആരംഭിച്ചത്. ഇതിലൊരു ജാഥയുടെ ക്യാപ്റ്റനായിരുന്നു K മുരളീധരൻ. ഒപ്പം തന്നെ മറ്റ് 3 പ്രധാന നേതാക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ക്യാപ്റ്റൻ തന്നെ അതിന്റെ സമാപനമായി UDF നടത്തുന്ന പദയാത്രയിൽ നിന്നും വിട്ടുനിൽക്കുന്നു, സമാപന സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന് പറയുന്നത് വലിയ രീതിയിൽ അത് കോൺഗ്രസിനെ മാത്രമല്ല UDFനെ ആകെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. അതിനു പിന്നാലെയാണ് തിരക്കിട്ട ചർച്ചകളാണ് നടന്നത്. എന്നോട് അടൂർ പ്രകാശ് MP ഒക്കെ പ്രതികരിച്ച സ്ഥലത്തായിരുന്നു നേതാക്കൾ കൂടിയിരുന്ന് ചർച്ച നടത്തിയത്. ചെങ്ങന്നൂരിലെ ഒരു ഹോട്ടലിൽ അവിടെ നേതാക്കൾ ഉണ്ടായിരുന്നു. UDF കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ് MP, KPCC അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫ്, ഒപ്പം തന്നെ PC വിഷ്ണുനാഥ്, കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം അവിടെ ഇരുന്നാണ് ഒരു അനുനയ ചർച്ച നടത്തിയതെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. K മുരളീധരനുമായി സംസാരിച്ചതായും അറിയാൻ കഴിയുന്നുണ്ട്. അതിനുശേഷമാണ് K മുരളീധരൻ മുന്നോട്ട് വെച്ച ഒരു പേര്, അതായത് K മുരളീധരൻ പറഞ്ഞ ഒരേ ഒരു പേര് ഹാരിസിന്റെ പേരായിരുന്നു. ആ പേര് പട്ടികയിൽ വരാതെ വന്നതോടുകൂടെയാണ് അതൃപ്തി മറനീക്കി പുറത്തേക്ക് വരികയും ഇന്നിനി പങ്കെടുക്കുന്നില്ല. കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ അതിനൊരു ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ KPCCയുടെ പരിപാടി കഴിഞ്ഞ ദിവസം അവസാനിച്ചു, ജാഥയും ചെങ്ങന്നൂരിൽ സമാപിച്ചപ്പോൾ ഇന്ന് നടക്കുന്നത് UDFന്റെ പരിപാടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെ കോൺഗ്രസ് നേതാക്കളൊക്കെ ഒരു തരത്തിൽ പിടിച്ചു നിന്നത്. പക്ഷേ അത് പല രീതിയിൽ ഇനിയിപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട്, അധികം വൈകാതെ മറ്റ് തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്. മാത്രമല്ല സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയതാണ് ഈ സ്വർണ്ണപ്പാളി വിവാദം. അങ്ങനെ അത് കേസായി ഒരു അറസ്റ്റിലേക്കൊക്കെ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രധാന ജാഥ ക്യാപ്റ്റൻ തന്നെ വിട്ടുനിൽക്കുന്നത് ശരിയല്ല എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തി. മാത്രമല്ല KC വേണുഗോപാൽ MP 22-ാം തീയതി നേരിട്ട് K മുരളീധരനുമായി സംസാരിക്കുന്നുണ്ട്. അതൃപ്തിയുണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ പരിഹരിക്കുമെന്നൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. തന്നോട് ചേർന്ന്, അതായത് K മുരളീധരൻ മുന്നോട്ട് വെച്ച പേരുകാരനെ എന്തായാലും പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നുള്ള കാര്യം ഉറപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗുരുവായൂരിൽ നിന്നും പന്തളത്തേക്ക് എത്തുന്നത്. എന്തായാലും സമാപന സമ്മേളനം തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ടായാലും K മുരളീധരൻ എത്തുമെന്നുള്ളൊരു ആശ്വാസം തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോൾ ഉള്ളത്. അജി, ശരി, ഷൈജു കൂടി ഉണ്ട് വിവരങ്ങൾ നൽകാനായി പന്തളത്ത് നിന്നും. ഷൈജു, എല്ലാ കണ്ണുകളും ഇപ്പോൾ മുരളീധരനിലേക്ക് തന്നെയാണ്. അദ്ദേഹം തൃശ്ശൂരിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 5 മണിക്കൂറോളം യാത്രയുണ്ട് തൃശ്ശൂരിൽ നിന്നും പന്തളത്തേക്ക്. അപ്പോൾ അദ്ദേഹം എപ്പോഴത്തേക്കാണ് എത്താനുള്ള സാധ്യതയുള്ളത്? ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് ഷൈജു? അജി, അതായത് പലതരത്തിലുള്ള അനുനയ നീക്കങ്ങൾക്കൊടുവിലാണ് K മുരളീധരൻ വഴങ്ങിയതും KPCCയുടെ നിർദ്ദേശം അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവല്ല കേന്ദ്രീകരിച്ച് PJ കുര്യൻ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് BD സതീശൻ, ബെന്നി ബെഹനാൻ MP അടക്കമുള്ള ആളുകൾ KPCC നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു. KPCC ഭാരവാഹികൾ എല്ലാവരും തന്നെ, അതായത് AICC വർക്കിംഗ് കമ്മിറ്റി അംഗം കൊടിക്കുന്നിൽ സുരേഷ്, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ്, ഇവരെല്ലാം ഈ ചെങ്ങന്നൂരിലും ഉണ്ടായിരുന്നു. പരസ്പരമുള്ള ആശയവിനിമയത്തിനൊടുവിലാണ് കാർ മാർഗം ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏതാണ്ട് കാരക്കാട് തന്നെ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ഇപ്പോഴും നടക്കുന്നുണ്ട്. നമ്മളൊക്കെ കരുതുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പരമാവധി കാരക്കാട് നിന്നും തുടങ്ങുമ്പോൾ തന്നെ K മുരളീധരൻ ഉണ്ടാവുക എന്നതാണ്. അതല്പം ജാഥ താമസിച്ചാൽ പോലും മുരളീധരൻ കൂടെ വരട്ടെ എന്നൊരു തീരുമാനമുണ്ട്. കാരണം ഇതിനു മുമ്പ് ഇത് കാരക്കാട് നിന്ന് കുളനടയിലേക്ക് മാറ്റുന്നു എന്നൊരു അഭ്യൂഹം പരന്നിരുന്നു. കാരണം അത് മുരളീധരന്റെ കൂടി സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു. എന്നാൽ കാരക്കാട്
കാരക്കാട് നിന്ന് തുടങ്ങിയാൽ മതി എന്നതിലേക്ക് ഇപ്പോൾ അന്തിമമായി എത്തുകയും ചെയ്തിട്ടുണ്ട്. കുളനടയിൽ നിന്ന് തുടങ്ങിയാൽ 2 കിലോമീറ്റർ മാത്രമാണ് ഉള്ളത്. കാരക്കാട് നിന്ന് തുടങ്ങിയാൽ 7 കിലോമീറ്റർ നേരത്തെ തീരുമാനിച്ച സ്ഥലം തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം അത് മറ്റ് അർത്ഥത്തിലുള്ള മറ്റു പ്രചാരണങ്ങൾക്ക് വഴിയൊരുക്കും എന്നതുകൊണ്ട് കാരക്കാട് നിന്ന് തന്നെ നേരത്തെ തീരുമാനിച്ച അടിസ്ഥാനത്തിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്ന് തന്നെ തുടങ്ങാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ 7 കിലോമീറ്റർ നടക്കും. പ്രതിപക്ഷ നേതാവ് അത് ഫ്ളാഗ് ഓഫ് ചെയ്യും. അവിടെ നിന്ന് പ്രതിപക്ഷ നേതാവും UDF നേതാക്കളും KPCC ഭാരവാഹികളും ഈ ജാഥയുടെ മുൻനിരയിൽ ഉണ്ടാകും. 4 ജാഥകളുടെ ക്യാപ്റ്റന്മാരും വൈസ് ക്യാപ്റ്റന്മാരും അതിന്റെ മാനേജർമാരും മുൻനിരയിൽ അണിനിരക്കും. അവരാണ് കാൽനടയായി പന്തളത്തേക്ക് പോവുക. പന്തളം എന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് പന്തളം നഗരസഭാ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചേരുന്ന സമ്മേളനം പ്രതിപക്ഷ നേതാവ് BD സതീശൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് UDFന്റെ നേതാക്കന്മാർ സംസാരിക്കും. ആ അടിസ്ഥാനത്തിൽ ആണ് ഇന്നത്തെ പരിപാടി ക്രമീകരിച്ചിട്ടുള്ളത്. ആ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവല്ല പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൗസിലാണ് ഉള്ളത്. ഇവിടെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവും ബെന്നി ബെഹനാനും പ്രൊഫസർ PJ കുര്യൻ അടക്കമുള്ള ആളുകൾ, ഇവിടെയുള്ള രാഷ്ട്രീയകാര്യ സമിതി അംഗം അജയ് തറയിൽ അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഇവിടേക്ക് ഇപ്പോൾ VT ബൽറാം അടക്കമുള്ള ജാഥാ നേതാക്കന്മാരൊക്കെ എത്തും. ഇവിടെ നിന്നും അവർ ചെങ്ങന്നൂരിലേക്ക് പോകും. ചെങ്ങന്നൂരിൽ നിന്നും കാരക്കാടെത്തും. കാരക്കാട് നിന്ന് കാൽനടയായിട്ടാണ് പന്തളത്തേക്ക് പോവുക. ഏതായാലും